ഹലോ ഗെയ്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് വർഷ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. അന്നേരത്തേന് ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ. അപ്പോൾ വർഷ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന് വീണ്ടും കളിക്കുമ്പോഴത്തേന് ശ്രീകാന്ത് ആ ഫോൺ എടുത്ത് തറയിലോട്ട് ഇടുന്നുണ്ട്. അന്നേരം പറയും, എന്താ ശ്രീകാന്ത് ഈ കാണിക്കുന്നത്, ഞാനിരുന്ന് കളിക്കുകയല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. നീ കളിക്കാനുള്ള സമയമാണ് ഇത്, പെട്ടെന്ന് ഒരുങ്ങും, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും. വീട്ടിലോ? ശ്രീകാന്തിന് എന്താ വല്ല വട്ടുമുണ്ടോ? നമ്മൾ വീട്ടിലല്ലേ നിൽക്കുമെന്ന് പറയും. ആ കാര്യമല്ല, നമ്മൾ ഇത്രയും നാളും താമസിച്ചിരുന്നത് എൻ്റെ വീട്ടിലല്ലേ, നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറയും. അത് നടക്കില്ല ശ്രീകാന്ത്, ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരത്തില്ലെന്ന് പറയും. അതെന്തുകൊണ്ടാണ് നീ അങ്ങോട്ട് വരാത്തതെന്ന് ചോദിക്കും. ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം ശ്രീകാന്ത് എന്നെ മറന്നുപോയോ? എൻ്റെ അച്ഛനെ തല്ലിയ നിങ്ങളുടെ ഏട്ടനുള്ള ആ വീട്ടിലേക്ക് ഞാൻ ഇനി വരത്തില്ലെന്ന് പറയും. അതിന് എൻ്റെ ഏട്ടൻ മാത്രമാണോ കുറ്റക്കാരൻ? നിൻ്റെ അച്ഛനൂടെ കുറ്റക്കാരനല്ലേ? നിൻ്റെ അച്ഛൻ എന്തിനാ രേവതി എടുത്തി ആ പൂമാലയ്ക്ക് ഇടയിൽ വെച്ചിരുന്ന ആ സ്വർണ്ണമാല കട്ടെടുത്തൊന്ന് കള്ളിയെന്നും ഒക്കെ വിളിച്ചത്? അതുകൊണ്ടല്ലേ നീക്കും. എൻ്റെ അച്ഛൻ ചെയ്തത് തെറ്റാണ്, അത് കാര്യം ശരിയാണ്. എന്നാലും എൻ്റെ അച്ഛൻ്റെ പ്രായമെങ്കിലും മാനിച്ചിട്ട് അദ്ദേഹത്തെ തല്ലരുതായിരുന്നു നിങ്ങളുടെ ഏട്ടൻ എന്നൊക്കെ പറയും. അത് അദ്ദേഹം ഇരന്ന് വാങ്ങിയതല്ലേ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയും വലുതാക്കിയത് നിൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് നീ അതൊക്കെ ക്ഷമിക്കണം. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകാമെന്ന് പറയും. ഉടനെ വർഷ പറയുന്നുണ്ട്, പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരുന്നേ ഇല്ലെന്ന്. അപ്പോൾ ശ്രീകാന്ത് ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പല എന്തെങ്കിലുമൊക്കെ കൂടിപ്പോയെന്ന് പറഞ്ഞാലും അതെടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് പിന്നെയും ശരിയാക്കാൻ നോക്കിയാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ പ്രൊഫഷൻ വെച്ച് പറയുകയാണെങ്കിലും ഞാൻ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്തത് ശരിയായില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാൻ നോക്കും, അല്ലാതെ പിന്നീട് അതെങ്ങനെയും ശരിയായിക്കോളൂ എന്നുള്ള പരുവത്തിൽ വിട്ടാൽ പിന്നീട് അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് ഞാനത് ശരിയാക്കി തന്നെ എടുക്കും എന്നൊക്കെ പറയും. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതം ശരിയാകത്തില്ല എന്ന് പറയും. ഞാൻ വീട്ടിലേക്ക് പോകാൻ നീ എൻ്റെ കൂടെ വരണമെന്ന് പറയും. ഞാൻ വരുന്നില്ല, പക്ഷേ ശ്രീകാന്ത് പോകരുതെന്ന് ഞാൻ പറയുന്നില്ല എന്ന് വർഷ പറയുന്നുണ്ട്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അത് കാണുമ്പോഴത്തേന് വർഷയ്ക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ വർഷ വിളിക്കുന്നൊന്നുമില്ല. ശ്രീകാന്ത് പെട്ടിയൊക്കെ ആയിട്ട് താഴേക്ക് വരുമ്പോഴത്തേനും മധുസൂദനെ വഴി തന്നെ നിൽപ്പുണ്ട്. അയാൾ പറയുന്നുണ്ട്, എന്താ മോനെ എങ്ങോട്ട് പോകാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് വരെ പോവുക അങ്കിൾ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും അങ്ങോട്ട് മഹിമ ഒന്ന് ചോദിക്കും, മോനെ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ, കല്യാണത്തിൻ്റെ സമയത്തൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് മോൻ എന്തെങ്കിലും കഴിക്കാമെന്ന് പറയും. എനിക്കൊന്നും വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പില്ല എന്നൊക്കെ പറയും. ഉടനെ തന്നെ മഹിമ പറയും, ഓ കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല മോനല്ലേ, എന്ത് ചെയ്യാനാ, ഇന്ന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മളാരെല്ലാം വിചാരിച്ചതാണോ? മോൻ്റെ ഏട്ടൻ തന്നെയല്ലേ ആ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കും. അവൻ ആ തെമ്മാടിയാ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായ കുടിയനായ അവനെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നൊക്കെ മഹിമ അങ്ങ് സച്ചി അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തിന്. ശ്രീകാന്ത് പറയും, അതിന് സച്ചിയേട്ടനെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങളും കൂടെ കൂടിയല്ലേ ആ പ്രശ്നം അത്രയും വഷളാക്കിയതെന്നൊക്കെ പറയും. അത് പിന്നെ രേവതി ആടെ കയ്യിൽ ആ മാല കണ്ടപ്പം മധുസൂദൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. ഉടനെ പറയും, ഒരു മാല കയ്യിലിരുന്നെന്ന് പറഞ്ഞ് അത് ഏട്ടത്തി എടുത്തതാണെന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഏട്ടൻ നിങ്ങളെ തല്ലിയതെന്നൊക്കെ പറയും. എന്നാലും മോനെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയും. എന്താണെന്ന് പറഞ്ഞാലും ഇതൊന്നും അത്ര പെട്ടെന്ന് സോൾവ് ആകുന്ന പ്രശ്നമൊന്നുമല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പുറത്തൊന്ന് പോകണമെന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി പോവാണ് ശ്രീകാന്ത്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ശ്രീകാന്ത് നല്ലവനാ, നല്ലൊരു ചെറുപ്പക്കാരനാ, നമ്മുടെ വർഷയ്ക്ക് ചേരുന്ന പയ്യൻ തന്നെയാ, അവൻ ഇവിടെ തന്നെ വേണമെന്നൊക്കെ പറയും. ഉടനെ മധുസൂദനും പറയുന്നുണ്ട്, ശരിയാണ്, അവൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം, അതിനുള്ള എല്ലാ പ്ലാനിങ്ങും എന്നാണേലും വർക്കൗട്ട് ആയല്ലോ എന്ന് പറയും. ഞാൻ ആദ്യം ഓർത്ത് എൻ്റെ പ്ലാനെല്ലാം പോയപ്പോഴത്തേന് ഇനി ഒരു കാര്യം നടക്കില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത്. അത് നമ്മൾ എന്തായാലും നന്നായി ഉപയോഗിച്ചു. അത് കാരണം ഇപ്പോൾ ഇനി ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ കാണും എന്നൊക്കെ പറയാം. തന്നെ മധുസൂദനം പറയുന്നുണ്ട്, അതല്ലെങ്കിലും ഞാൻ ഡ്രൈവർ രവീന്ദ്രന് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്, അയാളുടെ മകനെ ഞാൻ ഇനി അയാളുടെ വീട്ടിലേക്ക് വിടത്തേ ഇല്ലെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് മഹിമയ്ക്കും ഭയങ്കര സന്തോഷമാണ്, അവർ ഒരു ചതിയിലൂടെ ആണെങ്കിലും മരുമോനെ വീട്ടിലെത്തിച്ചല്ലോ എന്നുള്ളത്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതി ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് അന്ന് ഫംഗ്ഷൻ്റെ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ. വർഷയോട് വാ മോളെ നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ വർഷം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേന് രവി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ രവിയേട്ട ഇനി വർഷം ശ്രീകാന്ത് ഈ വീട്ടിലേക്ക് വരത്തില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഉള്ള ആദ്യമായിട്ട് അങ്ങോട്ട് പോവല്ലേ, അത് കഴിഞ്ഞിട്ട് അവരിങ്ങി വന്നോളൂ എന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ പോകുന്നത് വലിയ കാര്യമൊന്നും അല്ലല്ലോ, അവനെ ഞാൻ വിളിച്ചായിരുന്നു, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് എന്നാലും വരത്തില്ലായിരിക്കും എന്ന് അത്രയും പ്രശ്നം ഉണ്ടായപ്പം പിന്നെ വർഷം ഇങ്ങോട്ട് വരുമോ, വർഷയുടെ അച്ഛനെ അവൻ തല്ലിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന
സമയത്താണ് സച്ചിയും രേവതി അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോഴത്തേന് തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം അങ്ങ് കയറുകയാണ്. ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നിൽക്കടാ അവിടെ എന്ന് പറയും. ഇവരകത്തോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. എന്താണെന്ന് ചോദിക്കും. എന്ന് പറയും, നീ രണ്ടും ഇനി ഈ വീട്ടിൽ കാല് കുത്തരുതെന്ന് പറയും. അതെന്താ, ഈ വീട്ടിൽ തന്നെ വല്ല വെള്ളവും കിടപ്പുണ്ടോ കാല് കുത്താതിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, നീ ഇനി ഈ വീട്ടിൽ കയറണ്ട, നീ ഇന്ന് അവിടെ പരിപാടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വലിയ മനുഷ്യനെ നീ തല്ലിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ശ്രുതിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. വലിയ മനുഷ്യനെ ഞാൻ തല്ലി, അയാളെ എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ പിന്നെ കേട്ടോണ്ട് നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവിയും പറയും, അയാൾ അടി ഇരന്ന് വാങ്ങിയതാന്ന് പറയും. ഞാൻ അന്ന് ആ ഫംഗ്ഷന് സമയത്ത് ഒരക്ഷരം മിണ്ടാതെ ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നല്ലേ, എന്നിട്ടും പിന്നെ എന്നെ പ്രകോപിപ്പിക്കാനായിട്ട് ഇവർ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇന്ന് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുമെന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പം വർഷയും ശ്രീകാന്ത് ഈ വീട്ടിലേക്ക് വരത്തില്ലായിരിക്കും, എന്തുമാത്രം കാല് പിടിച്ച് അവരിങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ വരത്തില്ലെന്ന് പറയും. അപ്പോഴത്തേന് രേവതി ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ അവിടെ ചെന്ന് വർഷയും ശ്രീകാന്തിനെയും വിളിച്ചത്, അവരിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വിളിച്ചുകൊണ്ട് വന്നത്, അവരുടെ അമ്മയോട് സംസാരിച്ചത് ഞാനാണ്, എന്നിട്ട് പിന്നെ അവരിങ്ങോട്ട് വരാതിരിക്കുന്നതിന് കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ താമസിക്കരുതെന്ന് അമ്മ പറയാൻ എന്താ കാരണം എന്ന് ചോദിക്കും. നീ ഇങ്ങോട്ട് വലിയ ഇതൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, നീ ഇവനെ ഇങ്ങനെ ഉന്തിത്തള്ളി വിട്ട് അന്ന് അവിടെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഇവളാണോ പ്രശ്നം ഉണ്ടാക്കിയത്? എൻ്റെ ഭാര്യയെ വല്ലതുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ മാത്രം ആളൊന്നും അല്ല ഞാൻ, എനിക്ക് എൻ്റെ ഭാര്യ തന്നെയാണ് വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് ചന്ദ്രമതിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. അന്നേരം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവരോട് മിണ്ടാതിരിക്കാൻ പറ, ഇവർക്ക് ഇപ്പോഴും കാശുള്ളവരാണ് വലിയവർ, അല്ലാതെ കാശില്ലാത്തവരും നല്ല മനസ്സുള്ളവരുമല്ല വലിയവരെന്ന് പറയും. എൻ്റെ അച്ഛൻ്റെ കാൽ നഖത്തോളം പോലും വരത്തില്ലല്ലോ അയാളെ കാട്ടിലും ദൈവമാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. എന്നെ പറയും, ശ്രുതി പറയുന്നുണ്ട്, എന്നാലും നീ അയാളെ തല്ലാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയും. നീ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനുണ്ട, എനിക്ക് എൻ്റെ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ ഭാര്യയെ വേറെ ആരെങ്കിലും എൻ്റെ മുമ്പ് വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടത്തില്ല, ഞാൻ വലിച്ച് കീറിക്കളയെന്ന് പറയും, ഞാൻ തല്ലിയല്ലേ ചെയ്തുള്ളൂ, ബാക്കി കുറച്ച് നേരോടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കിയേനെന്നൊക്കെ പറയും. ഉടനെ പറയും, അങ്ങനെ അയാൾ വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞ് നീ അയാളെ തല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതിയും വേളം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരത്തേന് സച്ചി പറയും, എൻ്റെ ഭാര്യയെ കള്ളിയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ കൂടുതൽ കള്ളികളും കള്ളന്മാരും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. ഇവിടെ ഇരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് ഓടിപ്പോയവനാ ഇവിടെ ഒരുത്തൻ, പിന്നെ അവൻ്റെ ഭാര്യയാണേലും പല കള്ളത്തരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയ കാര്യവും അതിൻ്റെ പല പ്രശ്നങ്ങളും അവൾ ഇവിടുന്ന് മറച്ചു വെച്ചതാണ്, അവളെ ഒന്നും കള്ളിയെന്ന് വിളിക്കുന്നില്ല, എൻ്റെ ഭാര്യയെ കള്ളിയെന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് സച്ചി. അന്നേരത്തേന് ചന്ദ്രമതി വേണ്ട പറയും, എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ താമസിച്ചാൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ലെന്ന് പറഞ്ഞ് സീറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ കസേരയിൽ അങ്ങിരിക്കുകയാണ്. അപ്പോൾ രവി വന്ന് കോംപ്രമൈസൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതി സമ്മതിക്കത്തില്ല, ഇവർ താമസിക്കുന്ന വീട്ടിൽ ഞാൻ ഇനി താമസിക്കത്തില്ലെന്ന് പറയും, ഞാൻ ഇറങ്ങി പോകുന്നൊക്കെ പറയും. അന്നേരത്തേന് സച്ചി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, നിങ്ങൾ തീരുമാനിച്ചോ എന്ന് ചോദിക്കും. തീരുമാനിച്ച്, ഇനി ഞാനിവിടെ താമസിക്കത്തില്ലെന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ലല്ലോ. നീ അങ്ങനെ പറയൂടെ, എന്നെ ഇറക്കി വിട്ടിട്ട് നിനക്ക് നിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ താമസിക്കാനല്ലേ, ഇവക്ക് ഇവിടെ രാജകുമാരിയെ പോലെ കഴിയണം, അതിനുവേണ്ടി എന്നെ ഇറക്കി വിടുന്നതെന്നൊക്കെ പറയും. ഞങ്ങളുടെ ഒരു സാധനങ്ങളും എടുക്കാനൊന്നും വന്നതല്ല, ഞങ്ങളെന്നാൽ പിന്നെ ഇങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോയേക്കാവെന്ന് പറയുന്നുണ്ട്. രേവതി ചെന്ന് ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അവിടെ നിൽക്ക്, ഇപ്പം ആരും ഇവിടുന്ന് പോകണ്ട, എല്ലാവരും ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട അച്ഛാ, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ബാക്കി ആർക്കും സമാധാനക്കേടൊന്നും വരണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് വിജയിച്ചതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇവർ പോവുകയാണല്ലോ എന്നോർത്ത് ശ്രുതിക്കും ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഇവിടുന്ന് പോയേക്കാം, ഇനി വർഷയും ശ്രീകാന്തൊന്നും ഇവിടെ വന്നില്ല എന്നുള്ള സങ്കടം ഞങ്ങളായിട്ട് വരുത്തുന്നില്ല എന്ന് പറയും. എന്തായാലും പോകുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചി അത് പറയുന്നപ്പോഴത്തേന് രവീന്ദ്രൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഒന്നും ഞെട്ടുന്നുണ്ട്, രവീന്ദ്രനെ കൊണ്ടുപോകുമല്ലോ എന്ന് ഓർത്തിട്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി പറയും, രേവതി ഡ്രസ്സൊന്നും എടുക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം, വാ നമുക്ക് ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.